ഹലോ എവ്രി വൺ, ഇന്നൊരു വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അതാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. വെണ്ടയ്ക്ക വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ചിരിക്കുകയാണ്. വൃത്തിയിൽ ഇനി കഴുകി നമുക്കിതിനെ ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ചെറുതാക്കിയപ്പോൾ ഈ സൈസിൽ നമ്മൾ സാമ്പാറിലേക്ക് ഇടുന്ന സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒരെണ്ണം, കരിവേപ്പില നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയ്ക്ക് ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് നാളികേരക്കൊത്തും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ നാളികേരക്കൊത്തിന്. അപ്പോൾ അതാണ് നാളികേരക്കൊത്ത് ആഡ് ചെയ്തത്. പിന്നെ ഇതിൽ 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് കുറച്ച്, അധികം മസാലക്കുത്തും വരാൻ പാടില്ല. അത് കാരണം കുറേശ്ശെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കയും ആഡ് ചെയ്ത് കൊടുത്തു. അത് നന്നായിട്ട് സോട്ടേ ചെയ്യുക. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. ഇടയ്ക്ക് ഞാൻ തുറന്ന് ഇളക്കിയൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക മസാല ആയിട്ടുണ്ട്. അതിൻ്റെ കളറും മാറിയിട്ടില്ല, വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്രഞ്ചിനെസ്സും ഉണ്ട് കടിക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കാൻ.